ഉണ്ട്, ആ കൊടുക്കാം. ഹലോ ഹലോ ദത്തൻ സാറേ, ഇത് സേതുവാണേ. ഞാനൊരു 3 ലക്ഷം രാജയുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. ഈ മാസം എന്താണ് ഒരു കുറവ്? എന്റെ പൊന്ന് സാറേ, പണ്ടത്തെ പോലെ അല്ല ഇപ്പോ. പണ്ട് ഒരു 10 രൂപ കൊണ്ട് നമ്മൾ കടയിൽ പോയാൽ ഇഷ്ടം പോലെ വീട്ടു സാധനങ്ങൾ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതെന്താ? ഇപ്പൊ എല്ലാ സ്ഥലത്തും ക്യാമറ വച്ചേക്കല്ലേ. അതിപ്പോ കടയിൽ മാത്രമല്ല, വീട്ടിലും അത് തന്നെ. സെക്യൂരിറ്റി, അലാറം, ക്യാമറ. ഓ, കള്ളന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഈ പോലീസിൽ ചില സത്യസന്ധന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഈസ്റ്റ് CI വല്ലാത്ത ശല്യമാ. ഒന്ന് നോട്ട് ചെയ്യണം. 2 ആഴ്ചക്കുള്ളിൽ പുതിയ CI വരും. സത്യം. എടാ, പുതിയൊരു CI വരുന്നു. ഓടാൻ പറഞ്ഞതല്ല, പുതിയൊരു CI ഇവിടെ ചാർജ് എടുക്കുന്നു. അത് നമ്മുടെ ആളാണോ? ചുള്ളിക്കാത്തു. മുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണെന്റെ ഭാര്യ. ഏതൊരു ചെറ്റയുടെ പേഴ്സിൽ എന്റെ ഭാര്യയുടെ ഫോട്ടോ. വല്യേട്ടാ, ബസ് കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് കേറിയില്ല. കാരണം തൽക്കാലം നാട്ടിലേക്ക് തിരിച്ചു പോണ്ടെന്ന് വെച്ചു. എന്താ? ഇനിയുള്ള കാലം വല്യേട്ടന്റെ കൂടെ ഇവിടെ തന്നെ. എടാ, തിരിച്ചറിവ് വൈകിയേ വരൂ എന്ന് പറയുന്നത് എത്ര ശരിയാ? അനുഗ്രഹം വാങ്ങിച്ചോ. ആശാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് കൂട്ടും പെട്ടെന്ന് വിളിക്കാം. അതെ, നിന്ന് പുകഴ്ത്താതെ പണിക്ക് പോടാ പന്നി. ഇന്ന് ചന്ത ദിവസമാണ്, മറക്കണ്ട. നീ പോകുന്നില്ല? ഞാൻ റോഡ് വൈകുന്നേരത്തെ ഷിഫ്റ്റ്. വണ്ടിക്കൂലി മാത്രം എടുത്തോണ്ട് പോകോ. അപ്പോ നീ ഏട്ടന്റെ അടുത്ത് വന്ന് നന്നാവാൻ തീരുമാനിച്ചു അല്ലേ? അതെ. അല്ല, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ മനസ്സ് മാറാൻ എന്താ കാരണം? അത് പിന്നെ ഞാന് വിഷമിക്കണ്ട. ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഇവിടെ എല്ലാരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. നമ്മളത് അടിച്ചു മാറ്റാൻ അവരുടെ പിറകെ ഓടുന്നു. അത് തൊഴിലിന്റെ ഭാഗമാണ്. അങ്ങനെ കരുതിയാ മതി. ശരിയാ വല്യേട്ടാ. എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. കള്ളന്മാർ പിടിച്ചു നിൽക്കണമെന്നല്ല പറയേണ്ടത്, പിടിച്ചു പറിക്കണം. അങ്ങനെ പറയും. പറിക്കാം, പിടിച്ച് പറിക്കാം വല്യേട്ടാ. ഓക്കെ. അപ്പോ ഐശ്വര്യമായിട്ട് ഇന്ന് തന്നെ പണിക്കിറങ്ങണം. അതിനു മുമ്പ് നിന്റെ പേരും നാളും പറഞ്ഞ് ഭൂലാൻ ദേവിക്ക് ഒരു അർച്ചനയും കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു പാൽപ്പായസ വഴിപാടും മറക്കണ്ട. പിന്നെ എന്റെ സഹകള്ളന്മാരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ പട്ടിമാത്തൻ. ഞാൻ MA തങ്കച്ചൻ, BA, കമ്പ്യൂട്ടർ എഞ്ചിനീയറാ, പൂട്ടുപൊളിക്കളിയിൽ ഡിപ്ലോമ, കുഞ്ഞപ്പൻ, സുരപ്പൻ, ജോപ്പൻ. മതി മതി മതി. പിന്നെ ഇവൻ എന്റെ കുഞ്ഞമ്മയുടെ മോനായതുകൊണ്ട് പറയല്ല, ഇവൻ വളരെ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാ. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഇതൊരു വഴിത്തിരിവാണ്. എന്നാലും അമ്മയും കല്യാണിയും കുറിച്ചൊക്കെ ഓർക്കുമ്പോ, മക്കളെ വളർത്തുമ്പോ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. അതൊന്നും നമ്മുടെ തെറ്റല്ല. ഈ ജോപ്പനെ ഇവന്റെ അപ്പം കപ്പിയാരാക്കാൻ നോക്കിയതാ, പക്ഷെ കള്ളനായില്ലേ. അതുകൊണ്ട് എന്താ, ആ കുടുംബമേ രക്ഷപ്പെട്ടില്ലേ. മിസ് കോള് വന്നു. ട്രെയിനറാ. ട്രെയിനറോ? മോഷണകലയിലെ നമ്മുടെ എല്ലാം ട്രെയിനർ ഡോക്ടർ ബെഞ്ചമിൻ ഡി ഫ്രാങ്ക്ലിൻ. ഇതാണ് നിന്റെ ട്രെയിനർ. വല്യേട്ടാ, ഇയാളെ കണ്ടിട്ട് പട്ടിയുടെ ട്രെയിനറെ പോലെ ഉണ്ടല്ലോ. ഇതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ കണ്ണുപൊട്ടും. തസ്കര ദേവതേ കുറിക്കണേ. ഗുഡ് മോർണിംഗ് എവരിബഡി. ബൈ, ഇത് ഇന്ന് ജോയിൻ ചെയ്ത കക്ഷിയാ, എന്റെ ഒരു ബന്ധുവാ. ഇവനെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. എന്താ പേര്? ജയശങ്കർ. ജയശങ്കർ. ജയിച്ചു കയറാൻ ശങ്കയില്ലാത്തവൻ ജയശങ്കർ. മുഖത്ത് കള്ള ലക്ഷണമില്ല, പക്ഷേ ഭാവങ്ങൾ മിന്നിമറിയുന്ന മുഖം. പല കള്ളത്തരങ്ങൾ ഈ മുഖത്ത് ഒളിപ്പിച്ചു വെക്കാൻ ഞാനിവനെ പഠിപ്പിക്കും. നിങ്ങൾക്കറിയാമോ, പണ്ട് ഫിലാഡൽഫിയയിൽ വെച്ച് കള്ളത്തരത്തിലെ വില്ലത്തരം എന്ന പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഇതുപോലൊരു കള്ളനെ കണ്ടുപിട്ടി. മിസ്റ്റർ സേതു, ഇയാൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഉസ്താദിന്റെ ഓരോ വാക്കുകളും നീ ശ്രദ്ധിച്ച് കേൾക്കണം. അതെ, ശ്രദ്ധ.
അതാണ് ഒരു കള്ളന് വേണ്ട ആദ്യ ഗുണം. പിന്നെ ഗുരുത്വം അതെനിക്കുണ്ട് സർ. എന്താ തന്റെ മുഖത്തൊരു പരിഭ്രമം? അല്ല, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ട്രെയിനിങ്. സാരമില്ല, വിദ്യാർത്ഥികളോട് മനഃശാസ്ത്രപരമായ രീതിയിൽ ഇടപഴകുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. പഠിക്കുന്ന ഒരു കുട്ടിയും തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. കള്ളന്മാർ 3 തരമുണ്ട്. ജന്മനാ കള്ളന്മാരാവുന്നവർ, സാഹചര്യം കൊണ്ട് കള്ളന്മാരാവുന്നവർ, കള്ളത്തം അടിച്ചേൽപ്പിക്കപ്പെട്ടു. ജന്മനാ കള്ളൻ, അതായത് ഓർമ്മ വെച്ച നാൾ മുതൽ കള്ളം ചെയ്യുന്നവൻ. ഉദാഹരണത്തിന് സ്കൂളിൽ വൈകിയെത്തിയ കുട്ടിയോട് എന്താടാ വൈകിയത്? കുട്ടി അപ്പൂപ്പൻ ചത്തുപോയി, അമ്മാവൻ ആശുപത്രിയിലാണ്. ഈ ഞാൻ തന്നെ എന്റെ അപ്പൂപ്പൻ ഒരു 25 പ്രാവശ്യം കൊന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. സാഹചര്യങ്ങൾ കൊണ്ട് കള്ളന്മാരാവുന്നവരാണ് അധികവും. നിന്നെ പോലെ അവർക്കാണ് പരിശീലനം വേണ്ടത്. നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? ടെൻഷൻ അടിക്കാതെ. ഒരു കള്ളൻ എപ്പോഴും പ്രസന്നവധനായിരിക്കണം. ടി വിയിൽ കണ്ടിട്ടില്ലേ, തീഹാർ ജയിലിലേക്കുള്ള ചില VIP-കള് മുഖത്ത് എപ്പോഴും ഒടുക്കത്ത ചിരിയായിരിക്കുള്ളൂ. ബസ്സിലൊക്കെ പോകുമ്പോൾ സഹയാത്രികരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കണം. അവനിരിക്കാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പറ്റുമെങ്കിൽ ടിക്കറ്റ് എടുത്തു കൊടുക്കണം. അവസാനം ഫ്രൂട്ടിയിൽ മയക്കുമരുന്ന് എടുത്ത് കാശടിച്ച് മാറ്റണം. ഞാൻ എടുക്കാം. അയ്യോ, എങ്ങോട്ടാ? എന്റെ പേഴ്സ് എവിടെ? ജെട്ടി. ജെട്ടിയാ? ആ, ബോട്ട് ജെട്ടി. ഇതെങ്ങനെ? ഒരു തരത്തിൽ പറഞ്ഞാൽ കള്ളൻ മുതുകാരനെ പോലെ നല്ലൊരു മാജിക്കാരനായിരിക്കണം. സാംബശിവനെ പോലെ നല്ല വാചാലനായിരിക്കണം. PT ഉഷയെ പോലെ ഓടാനും ചാടാനും അറിഞ്ഞിരിക്കണം. അയ്യോ, പോക്കറ്റ് അടിക്കുന്നു. വണ്ടി എടുത്തടാ, വണ്ടി എടുത്താ. വേണ്ട സാർ, വേണ്ട. നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട. നമുക്ക് പോലീസിനെ ഏൽപ്പിച്ചാൽ മതി. നമുക്ക് ഇത് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള സെറ്റപ്പ്. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇതെന്റെ സ്വന്തം വണ്ടിയാ, MTC, മൂവിംഗ് ട്രെയിനിങ് കോളേജ്. ഞങ്ങളവിടുത്തെ PG സ്റ്റുഡൻസാ. എന്നിട്ടൊരു പോക്കറ്റ് അടിക്കാൻ അറിയില്ലടാ നമുക്ക്. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ, കൈ കണ്ണാകണം, കണ്ണ് മനസ്സാകണം. നോക്ക്, പോക്കറ്റ് അടിക്കും മുമ്പ് നിന്റെ തന്നെ ഒരു 50 രൂപ നോട്ട് ബസിന്റെ ഫ്ലോറിലേക്ക് ഇടണം. എന്നിട്ട് അയ്യോ എന്റെ കാശ് പോയി എന്ന് പറയണം. അപ്പൊ ചിലരുടെയൊക്കെ ശ്രദ്ധ അവിടേക്കാവും. ആ സ്പോട്ടിൽ അടിച്ചു മാറി നടക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. പേടി പുറത്തു നിൽക്കുമ്പോഴാ. മീൻ പിടുത്തക്കാരന് മീനിനെ പേടിക്കണോ? പെണ്ണുപിടുത്തക്കാരന് പെണ്ണിനെ പേടിക്കണോ? അകത്തിറങ്ങണം, അപ്പൊ പേടി മാറും. അപ്പൊ റൈറ്റ്, ഐശ്വര്യമായിട്ട് നമുക്ക് പരിശീലനം തുടങ്ങാം. വരൂ. അനുഗ്രഹിക്കണം. ശ്രമിക്കാം. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് VIPs-ന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കരുതെന്ന്. ഇടാ, അവര് കേസിന് പോകില്ല. എവിടെ കയറി കക്കോന്ന് പറയ്. ഇടാ, അന്നത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്ത പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കണം. അവരാവുമ്പോ കേസിനും വക്കണത്തിനൊന്നും പോകില്ല. എന്ത് പറയുന്നു നിന്റെ അഭിപ്രായം? അല്ല, എന്റെ ഒരു അഭിപ്രായം, ദത്തൻ സാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലേ? അതെ. കേട്ട് പഠിക്കടാ. ബാക്കി പറ. അല്ല, അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മളൊക്കെ അകത്താ. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാട് അതെന്നും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ സാർ വിളിപ്പിച്ച? കഥ പറഞ്ഞ് കളിക്കാൻ എന്താ കൂടുന്നോ? സോറി സാർ, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. അല്ല, MLA പറഞ്ഞാൽ. ചുമ്മാതല്ല തനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ മണ്ടൻ എന്നുള്ള പേര് വീണത്. തന്നെ വീട്ടുകാരെങ്ങനെ സഹിക്കുന്നടോ? വീട്ടിലെല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാണ് സാർ, എന്റെ മോനടക്കം. നിർത്തോ. എടോ, എന്റെ വീട്ടിൽ മോഷണം നടന്നിരിക്കുകയാണ്. പണം പോയത് പോട്ടെ, പ്രധാനപ്പെട്ട പല ഡോക്യുമെന്റ്സും കാണാതായി പോയി. ഒരു കംപ്ലൈന്റ് എഴുതി തന്നെ സാർ. എടോ, കംപ്ലൈന്റ് തരാൻ ഭാഗത്തുള്ള രേഖകളും കാശൊന്നും അല്ലാതെ. അഴിമതിയാണോ? എടോ, MLAക്ക് തൽക്കാലം റിട്ടേൺ കംപ്ലൈന്റ് എഴുതി തരാൻ പറ്റാത്ത സാഹചര്യമാണ്. താനിപ്പോ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ മോഷണത്തിന് എത്രയും പെട്ടെന്ന് തുമ്പുണ്ടാക്കണം. പിന്നെ മീഡിയയിൽ നിന്ന് ന്യൂസ് ലീക്ക് ചെയ്യരുത്. എന്റെ ചില ബന്ധുക്കളുടെ വീട്ടിലും കയറിയിരിക്കുകയാണ്. ഇതൊന്നും സ്ഥിരം ഗ്യാങ് ചെയ്തതല്ല. ഇതിന്റെ പുറകിലുള്ളവരെ താൻ പൊക്കണം. നോക്ക്, ഈ SP കൂടി പറഞ്ഞിട്ടാണ് തന്നെ ട്രാഫിക് എപ്പോഴും പറയണ്ട സാർ. SP പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് മാറ്റിയെന്ന് മാത്രം പോരെ. എനിക്ക് വേണ്ടിയാണ് തന്നെ സർക്കിളാക്കി ഇങ്ങോട്ടാക്കി മാറ്റിയത്. അത് ഓർമ്മ വേണം. ഓർമ്മയുണ്ട് സാർ. സാറിന് കംപ്ലൈന്റ് എഴുതി തരാൻ പറ്റാത്ത വസ്തുക്കൾ മോഷ്ടിച്ച കള്ളനെ തീർച്ചയായിട്ടും പിടിക്കും സാർ.
സാർ ഇവിടെ CI വന്നത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. സമയം കിട്ടുമ്പോൾ വീട്ടിലോട്ടൊക്കെ ഒന്ന് വരണം. സാറ് ട്രാഫിക്കിന്ന് മാറിയില്ലയോ? ആ ജ്വല്ലറി മോഷണം കള്ളനെ കുറിച്ച് ഒരു തുമ്പും കിട്ടിയോ? പൊക്കും. അവൻ എവിടെ പോയി വിളിച്ചാലും പൊക്കും. എന്തായാലും ഈ സർക്കിളിൽ ഇനി ഒരു മോഷണം ഉണ്ടാവില്ല. അമ്മച്ചി, ഈശ്വരി, ഇരിക്കട അവിടെ. കർത്താവേ, തുടങ്ങിക്കഴിഞ്ഞ കറുത്ത പാടവും മൊത്തം കറുപ്പാതിന്റെ പേരിൽ അറിയില്ല പച്ച. പൊടാർന്ന് ലാമ്പർ പോയ എന്റെ സകല പണിയും തീരും. ചേട്ടൻ വിഷമിക്കാതെ, ഈ പാടൊക്കെ മാറും. പക്ഷെ കുറെ കാലം പിടിക്കും. ഒന്ന് ചുമ്മാ പാട് മാറാൻ പച്ചമരുന്നിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. പച്ചമരുന്നൊന്നും ശരിയാവില്ല. ഈ പാട് മാറി പ്ലാസ്റ്റിക് സർജറി ആണല്ലേ. പ്ലാസ്റ്റിക് സർജറിക്കൊക്കെ ഒരു പരിധിയില്ലേ പച്ച? ഒന്ന് പോടാ അവിടെ നിന്ന്. ആ കള്ളൻ എവിടെ പോയി വിളിച്ചാലും ഞാൻ പൊക്കും. അതിന് കള്ളം കൂടി വിചാരിക്കണം. ഈ ശവത്തിൽ നിന്ന് ഇത് അവൻ തന്നെയാ. അന്ന് ജ്വല്ലറി വിളിച്ച് കണ്ടപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത ഒരു വശപ്പശക്ക്. ഇത് നിങ്ങൾ പോലീസുകാരുടെ സ്ഥിരം നമ്പറാ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പൊക്കുക. പക്ഷേ ക്രിമിനൽസിന് റീഡ് ചെയ്യുന്ന എനിക്കൊന്നും തെറ്റിയിട്ടില്ല. അയാളൊരു പക്ക ജെന്റിൽമാൻ ആണെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്ക് അങ്ങനെ പലതും തോന്നും. ആ കോപ്പോടും മോന്തവള്ളി എന്റെ അവിടെ എന്താ വെച്ച് നിരപരാധി പ്രതിയാക്കണോ? അല്ല, എന്താ അയാളെ നിരപരാധിയാക്കാൻ ഇത്ര വാശി? ഹേയ്, ഒന്നുമില്ല. ഒന്ന് പോയേ. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. കക്കാൻ മാത്രമല്ല നിൽക്കാനും പഠിച്ചവനാ നീ. നിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്. ഇതൊക്കെ ഈ കൊച്ചു തൃക്കരയിൽ മാത്രം ഒതുക്കാതെ മൊത്തത്തിലൊന്ന് വ്യാപിപ്പിക്കണം. നീ MGRന്റെ ഉലകം ചുറ്റും വാലിബൻ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൽ MN നമ്പ്യാരുടെ കൊള്ളസംഘം അങ്ങ് ജപ്പാനിൽ പോലും ഉണ്ട്. അതുപോലെ നീയും ഉലകം ചുറ്റും വാലിബനായി മാറണം. ഫോൺ എനിക്ക് വേണ്ട, നീ എടുത്തോ. ഹലോ ജയ, ഇത് ഞാനാ. എന്താ അമ്മേ? നീ ഇവിടെ വരെ ഒന്ന് വരണം. എന്താ ഏതാന്നൊക്കെ നേരിട്ട് പറയാം. അടുത്ത വണ്ടിക്ക് ഇങ്ങ് എത്തിയേക്കണം. ഓടി അവിടുന്ന്. അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് കമ്പനി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലും പ്രധാനപ്പെട്ടതാ ഇത്. നാളെ തന്നെ ഇങ്ങെത്തണം. അത്യാവശ്യ. ഏട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുവേ. അല്ല, അമ്മേ. മോളെ, എന്താ ഏട്ടൻ വന്നു എന്നാ തോന്നുന്നേ. അമ്മേ, സസ്പെൻസ് പൊട്ടിക്കരുത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ വായിക്കുമ്പോഴേ അറിയാവൂ ഏട്ടൻ SI സെലക്ഷൻ കിട്ടിയ കാര്യം. സന്തോഷം കൊണ്ട് ഞെട്ടണം ഏട്ടൻ. അമ്മേ വരുന്നു. എന്താ അമ്മ, എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല മോളെ, അതങ്ങ് കൊടുത്തേ. എന്താടി? കൺഗ്രാറ്റുലേഷൻ സർ. എടി കാര്യം എന്താന്ന് വെച്ചാ പറ. വായിച്ചോക്കൂ. ഈ ഒരു കത്ത് വായിക്കാൻ വേണ്ടിട്ടാണ് എന്നെ ഇത്ര ദൂരം വരാൻ പറഞ്ഞത്. എനിക്കവിടെ എന്തുമാത്രം തിരക്കുണ്ടെന്ന് അമ്മയ്ക്കറിയാമോ? എന്താ പോലീസ് വെള്ളം എടുത്തോ മോനെ. മോനെ, എന്തു പറ്റി? എന്താ മോനെ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന കരുതിയത്, പക്ഷെ ഇങ്ങനെ ബോധം കിടന്ന് കരുതിയില്ല. എന്താ പറ്റിയേ? SI ആയിട്ട് കള്ളന്മാരൊക്കെ ഇടിക്കുന്നത് ആലോചിച്ചിട്ടായിരിക്കും ടെൻഷൻ. കള്ളന്മാർക്കൊക്കെ നല്ല തല്ല് കൊടുക്കണം ഏട്ടാ. അയ്യോ അയ്യോ അയ്യോ, ഇതൊന്നും ശരിയാവില്ല. പണ്ടത്തെ പോലെയല്ല ഈ പോലീസ് പണി എന്നൊക്കെ പറഞ്ഞ വലിയ റിസ്ക് ഉള്ള കാര്യാ. ഇപ്പോഴത്തെ കള്ളന്മാരുടെ കയ്യിലെ കമ്പും കത്തിയൊന്നും അല്ല, തോക്കും ബോംബും ഒക്കെയാ. എത്ര പോലീസുകാരെന്നറിയോ ദിവസേന വെടികൊണ്ട് മരിക്കുന്നത്? അത് മാത്രല്ല, ഈ പോലീസുകാർ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസയെ ഈ കള്ളന്മാരെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കും. തന്നെയല്ല, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്താ കോളെന്നറിയാം? അല്ലല്ല, ശമ്പളം. എന്റെ ഏട്ടാ, പോലീസ് SI എന്നൊക്കെ പറയുന്നത് ഒരു പവറുള്ള ജോലിയല്ലേ? ആർക്കും അങ്ങനെ എളുപ്പം കിട്ടില്ലല്ലോ. ഇവരറിഞ്ഞ അവരുടെ എനിക്ക് കിട്ടും. പിന്നെ നല്ല ബഹുമാനം ഉണ്ടാവും. തന്നെയല്ല, SIയുടെ ബന്ധുക്കൾക്ക് നല്ല വിലയും കിട്ടും. വിലയല്ല, തേങ്ങാ കൊല കിട്ടും. കല്യാണപ്പെണ്ണിന്റെ ഏട്ടനെ SI ആണെന്ന സന്തോഷത്തില ജീവനും വീട്ടുകാരും അവരൊക്കെ അറിഞ്ഞു. അയ്യോ, SI ആവുക. അയ്യോ, ആലോചിച്ചിട്ട് എനിക്ക് തല ഇറങ്ങുക. ഈ കർക്കൊക്കെ തലേ തൊപ്പ് കയറുമ്പോ അങ്ങ് പോവേട്ടാ. ഏതായാലും അച്ഛന്റെ ആഗ്രഹം സാധിച്ചു.
എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അച്ഛന് നല്ലോണം മനസ്സിലാവും. അല്ലേ വന്നോ? ലോക്കലിലോ ട്രാഫിക്കിലാണെങ്കിൽ കിമ്പളം സദ്യക്ക് 3000 പേരെ എന്നുള്ളത് നമുക്ക് ഒന്ന് നിർത്തുന്നുണ്ടോ? യൂണിഫോം ഇട്ടില്ല, അതിനു മുമ്പ് അതേറെ കാണിക്കാൻ തുടങ്ങി. ജയ ലഡു, നീ SI ആകാൻ പോകുന്ന സന്തോഷത്തിൽ മാർക്കറ്റിൽ എല്ലാവർക്കും ഞാൻ ലഡു വിതരണം ചെയ്തു. അളിയ ലഡു അമ്മാവനായിരുന്നു. എന്നൊരു വഴിക്ക് എത്തിച്ചപ്പോ അച്ഛന് സമാധാനായി അല്ലേ? പുതിയ SI സാർ വന്നു. മാല ഞാനിടും, ബൊക്കെ ഷാൻഡി ഇട്ടോണം. അല്ലെങ്കിൽ ഈശ്വരന്മാരെ, പുതിയ SI പഴയ SIമാരെ പോലെ സഹകരണമുള്ള ആളായിരിക്കണേ. അതെ, നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കോ, ഞാൻ നോക്കിട്ട് വരാം. ഷാൻഡി എവിടെ? വാ, വരുന്നേ. ഒന്ന് വേഗം കൊണ്ടുവാടോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. അല്ല അത് അത് ശരി, നീ കളിച്ച് ഇപ്പൊ പോലീസുകാരുടെ തോളെ കയറുന്നുണ്ട് കളി. കട്ട മുതലിന്റെ വിഹിതം തരുന്നതൊക്കെ ശരി തന്നെ. അതിനുള്ള നന്ദി ഔദാര്യമൊക്കെ ഞങ്ങളും കാണിച്ചിട്ടുണ്ട്. പക്ഷെ നോക്കേ, കാക്കിട്ടുള്ള ഈ കള്ളപ്പരിപാടി ഇവിടെ വേണ്ട കേട്ടാ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. നിർത്തടോ. എന്താണത്? വായിച്ചു നോക്ക്. ഇപ്പൊ മനസ്സിലായില്ല ഞാൻ ആരാണ്? ജയശങ്കർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. സല്യൂട്ട് ആൻഡ് ഫോളോ മീ. എന്റെ പണിയുടെ കാര്യം തീരുമാനമായി. എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ സാർ? ഓക്കെ. ജനങ്ങൾക്ക് ഇപ്പൊ പോലീസിനോട് പേടി കൊണ്ടുള്ള ബഹുമാന. അത് മാറണം. ബഹുമാനം കൊണ്ടുള്ള പേടിയാ വേണ്ടത്. ശബ്ദത്തിൽ മാത്രം ഒരു വ്യത്യാസം. പക്ഷെ കണ്ണും മൂക്കും ഒക്കെ അത് തന്നെ. അത് ചിലപ്പോ തോന്നില്ലായിരിക്കുന്നേ. അതായത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെറുതായിരിക്കുമ്പോ എന്നെ പോലെ ഒരു കൊച്ചിനെ വഴി കണ്ടെന്ന് പറഞ്ഞ് അച്ഛനുമായിട്ട് അമ്മ വഴക്കുണ്ടാക്കും. ഇവിടെ ഒരാളെ പോലെ 9 പേരുണ്ടാവും. എന്താടോ? അല്ല 9. അയ്യല്ല, സാറിന്റെ അതേ രൂപത്തിലൊരു കള്ളൻ ഇവിടെ ഉണ്ടായിരുന്നു. അവന്റെ ഫോട്ടോ എവിടെ? ആ ഫോട്ടോ എടുത്ത് താനെന്താ തിന്നോ? ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ അന്വേഷിക്കുന്നില്ല. പക്ഷെ ഇനി മുതൽ അക്ഷരാർത്ഥത്തിൽ ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷൻ തന്നെയായിരിക്കണം. ഓക്കെ. ഹലോ, സബ് ഇൻസ്പെക്ടർ ജയശങ്കർ സ്പീക്കിംഗ്. CI സാജൻ ജോസഫ് സ്പീക്കിംഗ്. എന്താ സാർ? എന്ത് എന്താ അവിടെ? ഇല്ല സാർ, ഇവിടെ പറഞ്ഞാണ് സാർ. പുതിയ SI ചാർജ് എടുക്കാൻ CIയുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്ന അറിയില്ലടോ? സാർ, അതോ ഇനി അയാൾ സൈബർ സെല്ലിൽ ഇരുന്ന ആളാണ്, ട്രാഫിക്കിൽ ഇരുന്ന ആളാണ്, സാവധാനം വന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് തോന്നലുണ്ടോ? സൈബർ സെല്ലിൽ ഞാൻ പുലിയായിരുന്നോ? പുലി. അയ്യോ സാർ, ഞാൻ ചാർജ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ASIയും കൂട്ടരൊക്കെ സാറിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. സാറ് വന്ന ശേഷമാണ് ഈസ്റ്റ് സർക്കിളിലെ സ്റ്റേഷനൊക്കെ ക്ലീൻ ആയത്. ക്രിമിനലുകളൊക്കെ സാറിനെ കണ്ട കിട്ടുകിട്ടേ വിറയ്ക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് സാർ. എന്നാ കുഴപ്പമില്ല, മുഴുവനും കേട്ടിട്ട് വന്നാൽ വേണ്ട സാർ, ഞാൻ എന്താ വരുന്നു സാർ. സാർ, CIയുടെ റൂം ഏതാ? ഇതിലെ പോയിട്ട് മുകളിലത്തെ നിലയിൽ വലതുഭാഗത്ത്. എന്നാലും ആ ഫോട്ടോ എവിടെ പോയി? ഫോട്ടോ ഞാൻ പറിച്ചു തിന്നോടോ? ഇല്ല സാർ. നോക്ക്, എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് വെച്ചേക്കില്ല. ഞാൻ പറഞ്ഞേക്ക്, ഒരേ ബാച്ച് എന്നുള്ളത് ശരിയാ. ഇനി എങ്ങനെ ട്രാഫിക് വിളിച്ചാണ്ടല്ലോ ഞാൻ പറയില്ല. ട്രാഫിക് AR സൈബർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് എന്താ മഹാരോഗം മാതിരിയാ. ഒരു ജാതക മീറ്റിംഗ് പറ്റും ഉണ്ടാവട്ടെ, അപ്പൊ അറിയാം ട്രാഫിക്കിന്റെ വില. താനേതാ? സബ് ഇൻസ്പെക്ടർ ജയശങ്കർ സാർ. സാർ കുറച്ചു മുമ്പ് വിളിച്ച് ജോയിൻ ചെയ്യാൻ പറഞ്ഞ. ഇരിക്കേ സാർ.
വിളിക്കാൻ വരട്ടെ. എന്താ സാർ? താനെന്തോ കുനിഞ്ഞേക്കുന്ന? ബഹുമാനം കൊണ്ടാണ് സാർ. ഇങ്ങോട്ട് വരികടോ. സാർ ഇങ്ങോട്ട് വരി. ഇത് എന്താണ് സാർ? അന്നൊരു ജ്വല്ലറിയിൽ വെച്ച് നമ്മൾ കണ്ടായിരുന്നു. ഏത് ജ്വല്ലറി? എന്തോന്ന് ജ്വല്ലറി? വെഡിങ് ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട് താനാ തൊപ്പിന്ന് മാറ്റിക്കേ. സാർ തൊപ്പി മാറ്റാൻ ഇല്ല സാർ. എന്താ? ഞാൻ ശവത്തിന് മുമ്പിൽ മാത്രമേ തൊപ്പി ഊരാറുള്ളൂ. സാറിന് നിർബന്ധമാണെങ്കിൽ വേണ്ട. സാർ തന്നെ പോലെ ഒരാളെ അല്ല 2 പേരെ ഞാൻ കണ്ടു. ലോകത്ത് ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ സാറേ പറയാറ്? അപ്പൊ 5 പേരും കൂടെ വരാനുണ്ടോ? ഇല്ല സാർ. ഡിറ്റോ. ഓ അതുപോലെ തന്നെ. എന്നാലും ഇത്രയൊരു സാമ്യം കാണും സാർ. സാമ്യം കാണും. സാർ ഈ ഉറുമ്പുകളെയും കാക്കകളൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാം ഒരുപോലെയല്ലേ ഇരിക്കുന്നത്? എലിക്കാക്ക വേറെയല്ലേ? ശരിയാ, ഫുൾ ബ്ലാക്കാ. ഡോ താൻ എന്നെ ലോജിക്ക് പറയാൻ കൺഫ്യൂഷൻ കാണോ? ഇല്ല സാർ. താനെന്താ കളിക്കുട്ടിയോ? ഇല്ല ഒരു ഉറുമ്പും കാക്കയും. ഞാൻ ഈ തൃക്കര സ്റ്റേഷൻ അറിയാം സാർ. ഈ തൃക്കര സ്റ്റേഷൻ ഞാനൊന്ന് തൂത്ത് വൃത്തിയാക്കാൻ പോവുക. കാലത്തെ അവരൊന്ന് അടിച്ചു വാരി പോയുള്ളൂ. ഞാൻ തൂക്കലല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്. ഈസ്റ്റ് സർക്കിളിൽ പൊതുവെ കള്ളന്മാരും ക്രിമിനൽസ് ഒക്കെ കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശാന്തിയും സമാധാനമുള്ള സ്ഥലങ്ങളല്ലേ ജനങ്ങൾ എന്നും ആഗ്രഹിക്കുന്നത്. അവിടെയാണ് സാർ പോലീസിന്റെ പ്രസക്തി. അതുകൊണ്ട് ഈ തൃക്കര ഞാനൊന്ന് വെടിപ്പാക്കാൻ പോവുക. സാറിന് അനുവാദം ഉണ്ടെങ്കിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. വിത്ത് യുവർ പെർമിഷൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ? പ്ലീസ്. സാർ ഒരു സുന്ദരനാണ് സാർ. ഈ കവിളെന്താ സാർ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്? ഈ 2 ഉറുമ്പുകളെ കണ്ടാ തനിക്ക് അല്ല വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഏത് കേസാ? ഒരു കുഴഞ്ഞ കേസാ. താൻ പോ. ഇതാവൻ തന്നെയാ. അങ്ങേര് കള്ളനോ പോലീസോ ആവട്ടെ, ഏട്ടൻ വന്ന് ഭക്ഷണം കഴിക്കേ. ഒരു പ്രശ്നത്തിൽ മനസ്സർപ്പിച്ചിരിക്കുന്ന ആൾക്ക് ഭക്ഷണം ഇറങ്ങില്ല. നീ ഇരട്ടകൾക്ക് സാദൃശ്യം ഉണ്ടാവാം. ഇതിപ്പോ അങ്ങനെയാണോ? ഒരുമാതിരി ഡബിൾ റോൾ പോലെയാ. അതെ, വെള്ളം അടിച്ച അങ്ങനെയൊക്കെ തോന്നും. അവനോട് ഇരുന്ന് ഉറങ്ങാൻ പറയണ്ടോ? ഏട്ടാ, ഈ SIയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ പരിശോധിച്ചില്ലേ? എല്ലാ റെക്കോർഡ്സും വെരിഫൈ ചെയ്താ ഒക്കെ ഓക്കെയാ. കൃത്യമായ പോസ്റ്റിങ്ങും. അപ്പൊ പിന്നെ ബാക്കിയല്ല ഏട്ടന്റെ തോന്നലാ. എന്റെ എടുത്തി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഏട്ടൻ ചെറുപ്പത്തിലെ എങ്ങനെയാ? ഒരല്പം എടുത്തു ചാട്ടം, ആവശ്യമില്ലാത്ത സംശയം, പിന്നെ കുറച്ചൊക്കെ മണ്ടത്തരോ. മണ്ടത്തരോ? ആർക്കടി മണ്ടത്തരോ? അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാ? പക്ഷെ ഞാൻ അവനെ പൊക്കും. അതിന് JCB കൊണ്ടുവരേണ്ടി വരും. ഇവൻ ആരുടെ മോനാടി? എന്തായാലും ഈ SI ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് എന്റേതായ രീതിയിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശരി, നീ നോക്ക്. പക്ഷെ ഞാൻ വിചാരിച്ചോണ്ടല്ലോ അവൻ ഉറങ്ങി. എന്നാ നടന്നത് തന്നെ.